എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി അനുഗ്രഹം നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് അമ്മയ്ക്ക് 1000 നന്ദി ഞാൻ പറയുന്നു. 10/2024 ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം എനിക്കൊരു ഭവനമുണ്ടായിരുന്നു, 40 വർഷം പഴക്കമുള്ളതായിരുന്നു. അത് ചോർന്നൊലിച്ച് ജീർണിച്ച അവസ്ഥയിലായിരുന്നു. അത് നേരെയാക്കുന്നതിന് വേണ്ടി ഞാൻ അമ്മയുടെ ജപമാല റാലി പങ്കെടുക്കുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ നേർച്ച വസ്തുക്കൾ കൊണ്ട് ഉപ്പും എല്ലാം ആ മണ്ണിലിട്ട് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഇതായി എനിക്ക് ലോൺ കിട്ടുകയും എനിക്ക് ആ ഭവനം 1 മാസം കൊണ്ട് വൃത്തിയാക്കാൻ പറ്റുകയും ചെയ്തു. അത് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമാണ്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ നെറ്റിയിൽ നല്ല വലിയ ഒരു മുഴയുണ്ടായിരുന്നു. അതൊരു 5 വർഷത്തോളം പഴക്കമുണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റണമെന്ന് പറഞ്ഞു. എനിക്കത് കൊണ്ടുപോകാനോ എടുക്കാനോ ആരും അങ്ങനെ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഞാൻ അമ്മയുടെ അടുക്ക വന്ന് പ്രാർത്ഥിക്കുകയും ആ ഉടമ്പടി വസ്തു എൻ്റെ നെറ്റിയിൽ പുരട്ടി ഞാൻ ദിവസവും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ എനിക്ക് ആ മുഴ മാറുകയും എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ വേദന മാറ്റി തരുകയും ചെയ്ത് എന്നെ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ഒരു കൂട്ടുകാരിയാണ്. ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾക്ക് ജോലിക്ക് പോകുന്നത്. പാചകം, കാറ്ററിങ്ങാണ് ഞങ്ങളെ ജോലി. അവളുടെ വയറ്റിൽ എപ്പോഴും വേദന വരുമായിരുന്നു. അപ്പോൾ അവൾക്ക് പിത്താശയത്തിൽ കല്ലുണ്ടെന്നും ഓപ്പറേഷൻ ചെയ്യണമെന്നും മരുന്ന് കഴിക്കണമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പോൾ എപ്പോഴും എൻ്റെ കൂടെ പറയും, ചേച്ചി പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ കൂടെ എൻ്റെ വയറ്റിലെ പിത്താശയത്തിലെ കല്ല് മാറ്റി തരണേ എന്ന് പ്രാർത്ഥിക്കണേ. അതിൻ്റെ പേരിൽ ഞാൻ ഉടമ്പടി വസ്തുവായ ഉപ്പും എണ്ണയും അവൾക്ക് പുരട്ടുകയും വിശ്വാസപ്രമാണം ചൊല്ലി ഞങ്ങൾ പാചകം ചെയ്യുന്ന സ്ഥലത്തിരുന്ന് ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി അത് കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ആ കുട്ടിയുടെ പിത്താശയത്തിലെ കല്ല് മാറുകയും അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവൾക്കൊരു ഭവനവും വൃത്തിയായി കിട്ടി. അവൾ അസുഖവും മാറിക്കിട്ടി. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. അതുപോലെ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ വയസ്സായവർക്കെല്ലാം ഞാൻ പോയി കുളിപ്പിച്ചും നഖം വെട്ടിക്കൊടുത്തും അനാഥാലയത്തിൽ തുണികൾ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തും അവരെ ആഹാരം കൊടുത്തും ഞാൻ ചെയ്യാറുണ്ട്. പത്രം ഇവിടെ നിന്ന് കിട്ടുന്നതെല്ലാം വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ എല്ലാ വീടുകളിലും കൊണ്ടുപോയി 1 മണിക്കൂറെങ്കിലും ഞാൻ അവരെടുക്ക ഇരുന്ന് സംസാരിച്ച് അവർക്ക് പറയുന്ന ജോലികളും ഞാൻ ചെയ്തു കൊടുത്താണ് ഞാൻ തിരിച്ചു വരുന്നത്. അതുപോലെ തന്നെ പത്രം ബാക്കിയിരിക്കുന്നവർ മടിയുള്ളവരെ വീട്ടുകളിൽ പോയി ആ പത്രങ്ങളെല്ലാം ഞാൻ ഏറ്റെടുത്ത് കൊണ്ടുവന്ന് എല്ലാവരുടെ വീടുകളിലും ഞാൻ കൊണ്ടുപോയി കൊടുക്കും. കൂടുതൽ പത്രം ഇവിടെ നിന്ന് വാങ്ങിച്ചും കൊണ്ട് ഞാൻ പോവുകയും അവരൊക്കെല്ലാം ഞാൻ കൊടുക്കുകയും ചെയ്യും. എൻ്റെ കൂടെ ഇത് ഒരുപാട് സ്വപ്നത്തിൽ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരികയും എൻ്റെ കൂടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് എൻ്റെ അടുത്ത് വന്ന് ചോറ് ചോദിച്ച് വാങ്ങിച്ച് തിരിച്ചു നോക്കുമ്പോൾ ഞാൻ കാണുകയില്ല. ഞാൻ എൻ്റെ വീട്ടിനകത്ത് എൻ്റെ മോനുമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് സമാധാനം കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കരഞ്ഞും കൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് പാചകത്തിന് പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ മാതാവേ, ഈ 3 ദിവസത്തിനകം എനിക്കൊരു അടയാളം നീ തരണമേ. എല്ലാവരുടെ കൂടെ മാതാവ് പ്രത്യക്ഷപ്പെടണമല്ലോ, ജീവനോടെ വരുന്നെന്ന് പറയുന്നല്ലോ. എൻ്റെ കൂടെ മാത്രം എന്ത് മാതാവേ നീ വരാത്തത്? എൻ്റെ കഷ്ടപ്പാട് എന്ത് മാതാവേ നീ കാണാത്തത്? എനിക്ക് സമാധാനം നീ തരുമെന്നുണ്ടെങ്കിൽ 3 ദിവസത്തിനകം എൻ്റെ അമ്മ മാതാവ് എനിക്ക് അമ്മ എൻ്റെ മുമ്പ് പ്രത്യക്ഷപ്പെട്ട് കാണിച്ചു തരണേ. ഇതെൻ്റെ ഒരു ആഗ്രഹമാണ് എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞും കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്നും രാപകൽ കഷ്ടപ്പെടുന്ന ജോലിക്കാണ് ഞാൻ പോകുന്നത്. തീയായാലും വെയിലായാലും ഞാൻ പാചക സ്ഥലത്തിരുന്ന് കരഞ്ഞും കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ വീട്ടിനകത്ത് എനിക്ക് സമാധാനം തരണേ മാതാവേ. എനിക്ക് അത് മാത്രം മതി. ജോലി ചെയ്യാനുള്ള ആരോഗ്യം മാത്രം എനിക്ക് മാതാവ് തന്ന് സമാധാനവും തന്നാൽ മതി. സമ്പത്ത് ഞങ്ങൾ ജോലി ചെയ്തുണ്ടാക്കിക്കോളാം. അങ്ങനെ പറഞ്ഞ് ഞാൻ പോകുമ്പോഴും എൻ്റെ അടുക്ക വയസ്സായ ഒരു അമ്മ വരികയും അവരെ കൈക്ക് സുഖമില്ല മോളെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് പറ്റിയ അമ്മ എന്നും പറഞ്ഞ് പിടിച്ചപ്പോൾ എൻ്റെ കൈ വീണൊടിഞ്ഞതാണ് മോളെ. എങ്ങനെ വീണെന്ന് ചോദിച്ചപ്പോൾ കുളിക്കാൻ കയറിയപ്പോഴും വീണതാണ് എന്ന് പറയുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് ഈശ്വരന് വിശ്വാസമുണ്ടോ? എനിക്കുണ്ട് മോളെ. എങ്കിൽ ഞാൻ ഉടമ്പടി ഉപ്പുണ്ട്, ഞാൻ മാതാവിൽ വിശ്വസിക്കുന്ന ആളാണ്, നിങ്ങൾക്ക് ഞാൻ പുരട്ടിത്തരട്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും ഓ മോളെ, എനിക്കിത് പുരട്ടി തന്നാൽ നിനക്ക് പുണ്യം കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ആ കൈ വിശ്വാസപ്രമാണം ചൊല്ലി 10 മിനിറ്റിനകം അമ്മയുടെ വേദന ഇത് മാറ്റി മാതാവ് തരും എന്ന് പറഞ്ഞ് പുരട്ടിക്കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ആഹാരം കഴിച്ചിട്ട് പോകണം, ഇവിടെ ഇന്ന് അന്നദാനമുണ്ട്, വൈകുന്നേരം കാപ്പിയും ഉണ്ട്, നാളെ ഞങ്ങൾക്കുള്ള സമൂഹ സദ്യയാണ്, അതിലും അമ്മ
കഴിക്കണം. ഓ മോളെ ഞാൻ കഴിക്കാം. എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ആ അമ്മ ചോറ് പാത്രം മേടിച്ച് വയ്ക്കുന്നത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പിന്നെ തിരിഞ്ഞു നോക്കണം, ആ അമ്മയെ കാണാനില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി, ഞാൻ കരഞ്ഞും കൊണ്ടിറങ്ങി വന്നത് എൻ്റെ മാതാവ് എൻ്റെ മുമ്പ് ഉണ്ടെന്നും ജീവനോടെ വന്നെന്നും എനിക്ക് കാണാൻ പറ്റി. അപ്പോഴേ കൂടെ ഇരുന്നവരെല്ലാം പറഞ്ഞു, ആ അമ്മയെ കണ്ടില്ല, നീ വിളിച്ച നിൻ്റെ മാതാവ് നിൻ്റെ ഒപ്പം വന്നതാണ്, ജീവനോടെ നിനക്ക് വന്ന് കാണിച്ചു തന്നതാണ്. അതിലെനിക്ക് സത്യം എനിക്ക് ബോധ്യപ്പെട്ടു. അതുപോലെ ഷെഡുകളിലെ മരത്തിൻ്റെ ഇടയിലൊക്കെയാണ് ഞങ്ങൾ പാചകം ചെയ്യുന്നത്. അവിടെ പോകുമ്പോഴെല്ലാം ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ ഉപ്പ് ഇട്ടാണ് ഞങ്ങൾ പാചകം തുടങ്ങുന്നത്. ഞങ്ങൾക്ക് ജോലി തരണേ മാതാവേ, ഞങ്ങൾക്കാർക്കും ഒരാപത്തും വരുത്തരുതേ എന്ന് പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ ഉപ്പ് കഴിച്ചിട്ടാണ് ഞങ്ങൾ പണിയെടുക്കുന്നത്. ഞങ്ങൾക്ക് പണി തീരുന്നത് വരെ ഞങ്ങൾ അമ്മ കൂടെ നിന്ന് സഹായിച്ച് ഞങ്ങൾക്ക് ജോലി തരികയും ചെയ്യും. ഈ ലോൺ എടുത്ത പൈസ എനിക്ക് മാസം തോറും അടയ്ക്കാൻ എൻ്റെ മോനും എന്നെ സഹായിക്കുന്നുണ്ട്. ഇപ്പം സമാധാനം ഞങ്ങൾക്കുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് കുറച്ചുകൂടി ഞങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടും ഇനിയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകാനും എൻ്റെ അമ്മ മാതാവ് ഞങ്ങൾക്ക് സഹായിക്കണേ എന്ന് ഞാൻ 1000 പ്രാവശ്യം അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ചെയ്തു തന്ന അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. അതുപോലെ തന്നെ പത്രങ്ങളും എല്ലാം എത്ര കിട്ടിയാലും ഞാൻ കൊണ്ട് കൊടുക്കും. ആര് പാവപ്പെട്ടവരെൻ്റെ മുമ്പ് കൈ നീട്ടിയാലും ഏത് വയസ്സായവരെ ഞാൻ കണ്ടാലും അവരെ എല്ലാം ഞാൻ സഹായിക്കുകയും എന്നെക്കൊണ്ടാവുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഞങ്ങൾ 2 പേരും കൂടെ ചേർന്നാണ് ആഹാരം വെച്ച് എല്ലാ സ്ഥലത്തും കൊണ്ടു കൊടുക്കുന്നതും. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കും വൃദ്ധസദനത്തിലുള്ള ഞങ്ങളെപ്പോലെയുള്ള അമ്മമാർ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അവരൊക്കെ ഞങ്ങൾ കൊണ്ടു കൊടുത്ത് സഹായിക്കാറുണ്ട്. ഇത്രയും സഹായം ചെയ്തു തന്ന അമ്മ മാതാവിന് 1000 നന്ദി ഞങ്ങൾ പറയുന്നു. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 8-ാം തിരുവചനം. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. തങ്കമണി എന്ന് പറഞ്ഞ ഈ സഹോദരി തൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യമായി ഇവിടെ ഏറ്റുപറഞ്ഞത് തൻ്റെ കുടുംബത്തിലുണ്ടായ സങ്കടങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് തൻ്റെ ഉടമ്പടി ജീവിതം മെച്ചപ്പെട്ടതും പരിശുദ്ധ അമ്മയെ കാണാനുള്ള വലിയ സൗഭാഗ്യത്തെക്കുറിച്ചുമാണ് ഏറ്റുപറഞ്ഞത്. സാക്ഷ്യ കൗണ്ടറിൽ തങ്കമണി പറഞ്ഞതിൻ്റെ പകുതി ഭാഗം പോലും ഇവിടെ പറഞ്ഞിട്ടില്ല. വലിയ ഇടിവെട്ട് സാക്ഷ്യമാണ് തങ്കമണിയുടേത്. 40 വർഷമായിട്ട് വീടൊന്ന് പൊളിച്ചു പണിയാൻ വേണ്ടി തങ്കമണി വളരെയധികം സങ്കടപ്പെട്ട് ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞൊടിയിടയിലാണ്, വളരെ പെട്ടെന്നാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ വളരെ പെട്ടെന്ന് ആ വീട് പൊളിച്ച് പണിയാനുള്ള ഒരു സാധ്യത ഉണ്ടായി. സമയ ചുരുക്കത്തിൻ്റെ അമ്മ എവിടെയെല്ലാം പരിശ്രമിച്ചിട്ടും ഒരുപാട് സങ്കടപ്പെട്ടിട്ടും അന്വേഷിച്ചിട്ടും ഒന്നും നടക്കാത്തത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് അതിന് പെട്ടെന്ന് സാധ്യതയുണ്ടായതെന്ന് തങ്കമണി സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ 5 വർഷമായിട്ട് ഒരു നെറ്റിയിൽ ഒരു മുഴ ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ ഉടമ്പടി തൈലം പൂശിക്കൊണ്ടാണ് ഇവിടെ വളരെ പെട്ടെന്ന് ആ മുഴ അവിടെ നിന്ന് മാഞ്ഞു പോയതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നത്. തനിക്ക് തന്നെ വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയായിരുന്നു. നെറ്റിയിൽ ഒരു വലിയ മുഴയുണ്ടായിരുന്നത് കാണാനില്ല. നമുക്ക് അമ്മയുടെ മുഖം വളരെ കൃത്യമായിട്ട് കാണാം. നെറ്റിയിലൊരു മുഴയോ പാടോ ഒന്നും തന്നെയില്ല. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളൊരു വലിയ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തിയും കൂടിയാണ് തങ്കമണി ഏറ്റെടുത്ത് ചെയ്യുന്നത്. തങ്കമണി അന്നദാന ശുശ്രൂഷ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അമ്പലങ്ങളിലെല്ലാം പോയി അന്നദാനം നടത്തുന്ന ഒരു വലിയ പ്രയത്നത്തിലാണ് തങ്കമണി. അവിടെ ചെല്ലുമ്പോഴെല്ലാം എനിക്ക് പരിശുദ്ധ അമ്മയെ കാണണം എന്നുള്ള വലിയ ആഗ്രഹം എപ്പോഴും പരിശുദ്ധ അമ്മയോട് പറയുമായിരുന്നു. ഉടമ്പടി എടുത്തവർക്കെല്ലാം അമ്മ ദർശനം നൽകുന്നു, അമ്മ പ്രത്യക്ഷപ്പെടുന്നു, അമ്മയുടെ സുഗന്ധാഭിഷേകം നൽകുന്നു, എനിക്ക് മാത്രം എന്തേ ഒന്നും തരാത്തതെന്നൊരു വലിയ സങ്കടം തങ്കമണിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരമ്മ വന്ന് എൻ്റെ കൈ സുഖമില്ലാതിരിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ തങ്കമണി തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന എപ്പോഴും നേർച്ച വസ്തുക്കൾ കൊണ്ടു നടക്കുന്നത് ആരെങ്കിലുമൊക്കെ സഹായിക്കാനും ആർക്കെങ്കിലുമൊക്കെ സൗഖ്യം നൽകി ഈശോ ക്രിസ്തു കൈമാറ്റം നടത്തുന്നതിന് വേണ്ടിയാണ് തങ്കമണിയുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ജീവിതത്തിൻ്റെ ഈശോയെ കൈമാറണം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ അന്നദാനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അമ്മയ്ക്ക് തങ്കമണി പറഞ്ഞു 10 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ കൈ സൗഖ്യപ്പെടും. അതുപോലെ തന്നെ ആ അമ്മയുടെ കൈ സൗഖ്യപ്പെട്ടതായും
അതുപോലെ തന്നെ ഭക്ഷണത്തിന് ശേഷം അവരെ എല്ലാ ശുശ്രൂഷയും ചെയ്ത് രാവിലെയും ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടും ആ അമ്മയെ എവിടെ തന്നെ നോക്കിയിട്ടും കാണുന്നില്ല എന്ന് തങ്കമണി സാക്ഷ്യപ്പെടുത്തുന്നു. അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. ആ അമ്മ അത്ര ഒരു ഞൊടിയിടയിൽ എവിടേക്ക് പോയി എന്ന് ആർക്കും കാണാൻ സാധിക്കുന്നില്ല. അതോടുകൂടി തങ്കമണിക്ക് വളരെ ഒരു ഹൃദയത്തിൻ്റെ മിടിപ്പ് വർദ്ധിച്ചതായിട്ടാണ് തങ്കമണി രേഖപ്പെടുത്തുന്നത്. കാരണം പരിശുദ്ധ അമ്മയെ ഞാൻ സ്പർശിച്ചു, പരിശുദ്ധ അമ്മയ്ക്ക് ഭക്ഷണം നൽകാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ ഈശോ വലിയൊരു അനുഗ്രഹം എനിക്ക് നൽകിയിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സാമീപ്യത്തിലൂടെ എൻ്റെ ജീവിതത്തിൻ്റെ സമാധാനം ഇന്ന് ബാക്കിയുണ്ടെങ്കിലും അതെനിക്ക് സമാധാനമാണ്. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നുവെന്ന് ഈശോ ഉയർത്തെഴുന്നതിന് ശേഷം നമുക്ക് നൽകിയിരിക്കുന്നത് സമാധാനമാണ്. ഈശോ നമുക്ക് ഉയർപ്പ് തിരുനാൾ നൽകിയിരിക്കുന്നത്. നമുക്ക് ഈശോയോട് നന്ദി പറയാം. അതുപോലെ തന്നെ ഏതൊരവസ്ഥയിലും ഇന്ന് ഞാൻ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുമെന്ന വലിയ ബോധ്യത്തോടു കൂടിയാണ് തങ്കമണി ഇപ്പോഴും തൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായതായി തങ്കമണി രേഖപ്പെടുത്തിയിരുന്നു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ ഉടമ്പടി കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമുണ്ടോ? ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ നിൻ്റെ ഈ ഉടമ്പടി ജീവിതം കൊണ്ട് ദൈവത്തിന് എന്ത് ഉപകാരം എന്ന് ചോദിക്കുന്നതിൻ്റെ ഉത്തരം നമുക്ക് നൽകാൻ സാധിക്കുന്നെങ്കിൽ ഞാൻ ദൈവത്തിന് സ്വന്തമാണ്, ദൈവം എൻ്റെ സ്വന്തമാണ്, ഞാൻ നൽകുന്നത് ദൈവസ്നേഹമാണ് എന്ന് നമുക്ക് ചങ്കൂറ്റത്തോടെ പറയാൻ സാധിക്കുന്നത് നമ്മുടെ കാരുണ്യ പ്രവൃത്തിയിലൂടെയും നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ്. തങ്കമണിക്കും കുടുംബത്തിനും ഫ്രണ്ടിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.